വാൾപേപ്പർ സെറ്റ് ചെയ്തിടണം കേട്ടോ. പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവട്ടെ. കുതിര കുതിര അത് കുതിര ഇത് കഴുതാ. കുതിരപ്പുറത്ത് കയറുന്ന പറഞ്ഞപ്പോ ചേട്ടൻ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓ എന്തൊരു സ്നേഹമുള്ള ചേട്ടൻ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൺഡേ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാവിലെ എഴുന്നേറ്റു, $1 മില്യൺ മോർണിംഗ് റൊട്ടീനെ കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്ന് BA ബില്യനെയർ വെബിനാർ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ചുമ്മാ ഫാമിലി ചില്ലടിച്ചിരിക്കുകയാണ്. ഇനി കുളിച്ചിട്ട് ക്ലാസ് കയറണം. ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ അറിയാലോ പുറത്തു പോക്കുണ്ട്. എവിടെയാണ് പോകുന്നത് എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പോകെ അതും തീരുമാനിക്കാം. ഇവിടെ കണ്ണമോൻ എന്തൊക്കെയോ ലാപ്ടോപ്പ് 3 ലാപ്ടോപ്പൊക്കെ നിരത്തി വെച്ച് പ്രഹസന സജിയെ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് ഒന്ന് എൻ്റെ ലാപ്ടോപ്പ്, ഒന്ന് അവൻ്റെ, ഒന്ന് ഓഫീസ് ലാപ്ടോപ്പാണ് കേട്ടോ. അപ്പോൾ അവൻ എന്തൊക്കെയോ വർക്കുകളിലാണ്. അങ്ങനെ പിന്നെ ഇന്ന് ഇവർക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞാൻ പോകുന്നില്ല കല്യാണത്തിന്, ചേട്ടനും പിള്ളേരുമാണ് കല്യാണത്തിന് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കുട്ടിയെ കഴുകാനായിട്ട് അതേ പുറത്ത് ഇറക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ അമ്മൂമ്മമാവ് മഴയിൽ കുളിച്ച് സുന്ദരിയായി നിൽക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ പട്ടിശല്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ പൊന്നുകുട്ടിയിൽ പല ഭാഗത്തും പട്ടി കടിച്ചിട്ട് പെയിൻ്റൊക്കെ പോയി. അപ്പോൾ അതിന് പിന്നെ സൈഡിൽ ഒരു ഷീറ്റ് അടിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുട്ടക്കോഴിയിലെ മുട്ടയൊക്കെ തീർന്നിരിക്കുകയാണ്. BA ബില്യനെയർ വെബിനാർ ഒക്കെ എടുത്തു കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്തു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കൊല്ലം. ദേവൂട്ടം സൈക്കിൾ ഓടിക്കുന്നുണ്ട്. ചേട്ടൻ കാർ എടുക്കുകയാണ്. ഇവിടെ പാടെ പിള്ളേരെ യവന്മാരെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ വലിയ പാടാണ് കേട്ടോ. അവന്മാരിങ്ങനെ താങ്ങിയും തൂങ്ങി നിൽക്കുക. നമ്മുടെ മഴയൊക്കെ പെയ്ത് നമ്മുടെ വീട് മഴയത്ത് മുങ്ങിക്കൊളിച്ച് നിൽക്കുകയാണ്. പോയി ഗേറ്റ് തുറക്കാമോ അമ്മലു? ഓക്കെ, നമുക്ക് പോവാം. ചേച്ചിയൊക്കെ വിളിച്ചോ? വിളിച്ചു. ഓക്കെ, അവര് ചേച്ചിക്ക് ചെറിയ ആണോ പനിയൊക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എത്തി അവരെയും വിളിച്ചോണ്ട് പോവാം. കണ്ണമ്മോൻ ബാക്കിലുണ്ട്. അമലു ഇവിടെ? ഇല്ല, എല്ലാരും വണ്ടി പോട്ടെ. ടിങ് 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 ടിങ്. ബൈ ദേവൂട്ടാ, ബൈ ബൈ. അങ്ങനെ ഇന്നത്തെ പ്ലാന് നമ്മൾ കൊല്ലത്തേക്ക് പോകാം എന്നുള്ളതാണ്. കൊല്ലത്ത് എവിടെയാണ് എന്ന്? ബീച്ചിലാണ് കേട്ടോ പോകുന്നത്. ബീച്ചില് കൊല്ലം സിറ്റി. കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. ഓക്കെ, സൺഡേ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മുടെ കമന്റ് ബോക്സിനകത്ത് ആരോ എഴുതിയേക്കുന്നുണ്ട്, ടീച്ചർ ഇന്ന് സൺഡേ ആണ്, വെയിറ്റിംഗ് ഫോർ യുവർ ട്രാവൽ വ്ലോഗ്. നമ്മൾ പോയില്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ട് കേട്ടോ. അതേ നമ്മുടെ ചിന്നുവും പിള്ളേരും ഇതോ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ മീനമ്പലം ജംഗ്ഷൻ. എന്തുകൊണ്ടാണ് ഇവിടെ മീനമ്പലം എന്നുള്ള പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുവശത്ത് നിങ്ങൾക്കൊരു ഇത് കാണാൻ പറ്റും. എന്ത് കേട്ടോ, അതൊരു മണ്ഡപം പോലെ. അതായത് പണ്ട് ഇപ്പം വന്ന് ഈ കച്ചവടക്കാർക്ക് വന്ന് ഇരുന്ന് ഇടത് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് മണ്ഡപം. ഇരുന്ന് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ടാണോ മീനമ്പലം എന്നുള്ള പേര്? ഓക്കെ. അപ്പം നമ്മൾ കല്ലുവാതുക്കലാണ് ചേച്ചിയമ്മയുടെ വീട്. കണ്ണൻ്റെയും അമലുവിൻ്റെയും ചേച്ചിയമ്മ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഹായ്, ഞങ്ങൾ കണ്ണനും അമലുവിനും സത്യസന്ധതയെ പറ്റി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് ജീവിതത്തിൽ സത്യസന്ധരായിരിക്കണം പറയൂ ചേട്ടാ. ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ ഇല്ലേ, മറ്റേ സുജാർ മോഹൻ ചാനലിൽ. അപ്പോൾ ആരും ഇട്ടേക്കുന്നുണ്ട്, സാറും പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പറയും. ശരിയല്ല, നമ്മളത് അപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതെ. എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സത്യസന്ധരായിരിക്കണം എന്നുള്ളത്? കാര്യം ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തെ മറയ്ക്കാൻ വേണ്ടി പിന്നെ നമ്മളൊരു 100 കള്ളം പറയേണ്ടി വരും അല്ലേ? ഇത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ 96 മരിച്ചുപോയി. അച്ഛൻ മരിക്കുന്നത് ഒരു വലിയ സ്റ്റോറിയാണ് കേട്ടോ. ചേട്ടൻ പട്ടാളത്തില് ഇത് വന്നു അല്ലേ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. പട്ടാളത്തില് പിന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. എന്നെ ഞാൻ ക്യാമ്പിലോട്ട് എന്നെ കൊണ്ട് വിടാനായിട്ട് ഞാനും ചേട്ടനും കൂടെ ആയിരുന്നു പോകുന്നത്. അപ്പോഴത്തേക്ക് അച്ഛൻ റോഡ് വരെ ഒന്ന് നമ്മളെ കൊണ്ട് വിട്ടായിരുന്നു. 28 ആഗസ്റ്റ് 1996 ആയിരുന്നു. 28 ആഗസ്റ്റ് 96, സെപ്റ്റംബർ, ഒക്ടോബർ. അച്ഛൻ മരിക്കുന്നത് ഒക്ടോബർ 10-നായിരുന്നു. അന്നേരം ഏത് സ്ഥലത്തായിരുന്നു? ഞാൻ ജബൽപൂരായിരുന്നു. ജബൽപൂർ നമ്മുടെ ട്രെയിനിൽ നടക്കുന്ന സമയമായിരുന്നു. ട്രെയിനിൽ നടക്കുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടല്ലോ. അതായത് അന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ട്രെയിനിങ് പോലെയൊന്നുമില്ല. വളരെ ഹാർഡ്, വലിയ ഹാർഡ് തന്നെയാണ്. കാര്യം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സിവിൽ, നമ്മുടെ ഇതുണ്ടല്ലോ,
മനസ്സിലേക്ക് അതൊക്കെ മാറ്റും, മനോബലം മാറ്റും. ഞാൻ അന്ന് ഇവിടുന്ന് പോയതാണ് നല്ല ടിപ് ടോപ്പ് ഡ്രസ്സിലൊക്കെയാണ് പോയത്. ഇൻ ചെയ്ത് കുട്ടപ്പനായി അവിടെ ചെന്ന ഉടനെ അല്ല അവര് ചെന്ന ഉടനെ ചായയൊക്കെ തന്ന് അവിടെ ഹൽവയുണ്ട്, ഹൽവ ചായ ഹൽവ, സൂചി ഹൽവ. അതാണ് 10 മണി ടീ ബ്രേക്ക് എന്ന് പറയും. സൂചി ഹൽവ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറും ഒരു ദിവസം ഉണ്ടാക്കി കാണിച്ചത്. സൂചി ഹൽവ മീൻസ് നമ്മുടെ റവ വെച്ചുണ്ടാക്കുന്ന ഹൽവ. നോർത്ത് ഇന്ത്യയിലായിരിക്കും നിങ്ങൾ എന്റെ വാചകമല്ലേ കേട്ടുള്ളൂ. പാചകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിൽ ചെയ്യാൻ കേട്ടോ. ഇത് തൊട്ട് നമുക്ക് എല്ലാ ദിവസവും ലൈഫ് സ്റ്റൈൽ ചാനലിൽ വീഡിയോസ് ഇട്ടാലോ കേട്ടോ. കുക്കിംഗ് ഒക്കെ ചേർന്ന് ശ്രമിക്കാം കേട്ടോ. നമ്മള് ഉറപ്പ് പറയുന്നില്ല. നമ്മളവിടെ ചെല്ലുന്നത് പകലാണ്. പകൽ രാവിലെ 8-9 മണിക്ക് അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് നമ്മുടെ പേപ്പർ വർക്ക് കഴിഞ്ഞ് അപ്പോൾ 10 മണി ആയപ്പോഴത്തേക്ക് ആർമിയിലൊരു പ്രത്യേകത പറയാല്ലേ, കറക്റ്റ് 10 മണിക്ക് എന്ത് സംഭവിച്ചു ലോകം ഇടിച്ചു വീണാലും 10 മണിക്ക് ചായയും ടീ ബ്രേക്ക് ഉണ്ടായിരിക്കും. അതായത് ചായയുടെ എന്തെങ്കിലും കടി സ്നാക്സ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ചായയും പിന്നെ റവ ഹൽവ, നമ്മളുള്ള സൂചി ഹൽവ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കി കൊള്ളാനുണ്ട് സംഭവം. ചെന്ന ഉടനെ 10 മണിക്ക് വെൽക്കം ചായ ഹലുവയൊക്കെ ഉണ്ട്, അടിപൊളി. അതൊക്കെ കഴിഞ്ഞ് ഓക്കെ കറക്റ്റ് 1 മണിയായപ്പോഴും കുട്ടികളെ വാ ഊണ് കഴിക്കണ്ടേ, അവരെ കൊള്ളാലോ സംഭവം. കറക്റ്റ് 1 മണിയായപ്പോഴത്തേക്ക് ഊണ് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് NCC പറയുന്നത് ഊണ കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ പറഞ്ഞേ കുട്ടികളെ ഊണ കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് സ്വല്പം പണി ചെയ്യാന്ന് പറയാം. അപ്പോഴെങ്കിൽ ഓക്കെ നമ്മൾ നേരെ കൊണ്ടുപോയി വലിയൊരു കാടെന്ന് വേണമെങ്കിൽ പറയാം. കാടെന്ന് പറയാൻ റേഞ്ചാ, ഫയറിംഗ് റേഞ്ച്. കുട്ടികളുടെ ആർമിയുടെ ഫയറിംഗ് പ്രാക്ടീസ് നടക്കുന്ന റേഞ്ചാ. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വിശാലമായ ഒരു ഭൂപ്രതലം, അതിൽ ഒരു സ്ഥലത്ത് മണ്ണ് വലിയൊരു തിട്ടയായിട്ട് കൂട്ടും. ആ മണ്ണ് തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയായിരിക്കും നമുക്ക് ഈ ടാർഗറ്റ് വെക്കുന്നത്. ഒരു സ്റ്റീൽ ടാർഗറ്റാണ്, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരന്റെ ടാർഗറ്റാണ് വെക്കുന്നത്. ആ ടാർഗറ്റ് നമ്മൾ ഫയർ ചെയ്ത് കൊള്ളിക്കുക എന്നുള്ളത്. ടാർഗറ്റിന്റെ പല പല പോയിന്റ്സ് ഉണ്ട്. അതായത് തല, നെഞ്ച്, ഇങ്ങനെ പല പല പോയിന്റ്സ് ഉണ്ട്. എവിടെയൊക്കെ നമുക്ക് പല പല മാർക്കുകളുണ്ട് ഇത് കറക്റ്റ് കൊള്ളിക്കുന്നവർക്ക്. അങ്ങനെ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ റേഞ്ച് കാണുന്നത്. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ആ റേഞ്ചിനകത്ത് ഈ മണ്ണ് കൊണ്ടിടുക. അപ്പോൾ നമ്മൾ ഊണ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നമ്മളെ പുതിയ ഷർട്ടങ്ങ് എല്ലാവരും ഷർട്ടങ്ങ് കുരിച്ച് ടിപ്പ് പോലെ ഷർട്ടങ്ങ് കുരിച്ചിട്ട് ആ ഷർട്ടിനകത്ത് പറഞ്ഞ് ഈ ഷർട്ടില് ചാക്കൊന്നുമില്ല, മണ്ണ് വരാൻ പറഞ്ഞു, ചാക്കില്ല, കൊട്ടയില്ല, ചട്ടിയില്ല, മൺവെട്ടിയില്ല. നമ്മൾ താഴെ കിടക്കുന്ന മണ്ണ് കൈകൊണ്ട് പുതിയ ഷർട്ടിൽ കോരിയിട്ട് നമ്മളത് തോള് ചുമന്ന് കൊണ്ട് ആ റേഞ്ചില് മണ്ണിടണം. അതായത് ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ളൊരു അതായത് ഒരു രാജാവിന്റെ മകൻ അവിടെ ചെന്നാലും അവൻ രാജാവിന്റെ മകനല്ല, അവൻ ആർമിയിലാണ് ജോയിൻ ചെയ്തത് എന്നുള്ള അവന്റെ ഈഗോ ഇല്ലാതാക്കാൻ, അവന്റെ ആ ഈഗോ തീർക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം നടന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വൈകുന്നേരം 6 മണി വരെ നമ്മൾ ആ മണ്ണ് നമ്മളുടെ ഷർട്ടിനകത്ത് മണ്ണ് തല കയറ്റി അവിടെ റേഞ്ച് കയറ്റി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായ സംഭവം ഇത് ഈ രാവിലെ ചായയും ചോറുന്നത് ഈസി പണിക്കല്ല. അയ്യോ, അങ്ങനെ നമ്മള് കഥ പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പം അച്ഛൻ മരിച്ച കഥ ഇതാണ്. പട്ടാളത്തില് ചേട്ടൻ പോയി കഴിഞ്ഞ് ലെറ്റർ വന്നു, അച്ഛൻ മരിച്ചു, അനിൽകുമാറിന്റെ അച്ഛൻ മരിച്ചു. അപ്പൊ അവിടെ അന്ന് ഒരുപാട് അനിൽകുമാറിന്റെ, ഏത് അനിൽകുമാറാന്ന് അറിയത്തില്ല. അപ്പൊ അവിടെ ഒരു പഞ്ചാബി അനിൽകുമാർ എങ്ങനെയെങ്കിലും പട്ടാളത്തിൽ നിന്ന് ചാടിപ്പോവാൻ കാത്തിരുന്ന ഒരു അനിൽകുമാറുണ്ട്. അവനെ പിടിച്ചെങ്കിൽ ലീവിന് വിട്ടു. അവനാണെന്നും പറഞ്ഞു. അവൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അവന്റെ അച്ഛൻ പച്ചരി പയറുപോലോടെ ഒന്നുമില്ല, അവൻ വീട്ടിൽ ചെന്നപ്പോ അവന്റെ അച്ഛൻ പച്ചരി പയറുപോലെ അവിടെയൊക്കെ നടക്കുന്നത്. അവൻ വിചാരിച്ച എന്തായാലും കിട്ടിയതല്ലേ, കിട്ടിയ അവസരം അവനങ്ങ് മുതലെടുത്ത്. അവൻ 14 ദിവസം അവൻ ലീവൊക്കെ എൻജോയ് പോയിട്ട് തിരിച്ച് വീട്ടിൽ അവിടെ വന്നപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു വീട്ടിലാരും മരിച്ചൊന്നും ഇല്ലെന്ന്. അപ്പോഴവിടെ എല്ലാരും പറയണ്ടേ അവൻ ഭയങ്കര കള്ളത്തര പറഞ്ഞാണ് അവൻ പോയാകുന്നത്. അത് നീ അങ്ങനെ ചെയ്ത് ശരിയല്ലെന്നൊക്കെ ആൾക്കാർ വിമർശിച്ച്. പക്ഷെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 4-5 ദിവസം ആയപ്പോഴത്തേക്ക് വീട്ടിൽ എന്റെ ഇളയ ചേച്ചിയുടെ
ലെറ്റർ വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛൻ മരിച്ച് പിന്നെ നിന്നെ അറിയിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു നിനക്ക് ആ വിവരം നീ അറിഞ്ഞ് കാണത്തില്ല. നമ്മുടെ അച്ഛൻ പോയി, നീ അറിഞ്ഞ് കാണത്തില്ല, നമുക്കറിയാം അറിയുന്നുണ്ട്. കാര്യം അന്ന് ഒരു ഫോൺ വിളിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ പുറത്ത് പോയെങ്കിൽ ഒരു ടെലിഫോൺ സെന്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കഥ ചേട്ടൻ എന്നോട് പറയുന്നത്, ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഇന്നുവരെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു ചേട്ടൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ ഈ കഥ എന്നോട് ഈ ഇടയ്ക്ക് പറഞ്ഞത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അച്ഛൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സത്യമാണ്. അങ്ങനെ ഞാൻ കരഞ്ഞായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല അങ്ങനെ. അപ്പോൾ ഞാനന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഈ സത്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, കഷ്ടപ്പെട്ട് വളർത്തിയത് കാര്യം അച്ഛൻ ഒരിക്കലും കള്ളം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ സത്യസന്ധയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് അച്ഛൻ്റെ കാര്യം വന്നത്. അച്ഛൻ ഒരിക്കലും കള്ളം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ഒരു കാര്യത്തിന് പോലും. അപ്പോൾ അങ്ങനെ അച്ഛൻ മരിച്ചെനിക്ക് പോകാൻ പറ്റിയില്ല. കാര്യം അപ്പോഴത്തേക്ക് 16 അടിയന്തര കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ പോയിട്ട് കാര്യമില്ല. കാര്യം ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ട്രെയിനിൽ നിന്ന് റിലിഗേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും ബാക്കിലോട്ടുള്ള ഒരുപാട് സ്കൂളിലോട്ട് ബാക്കിൽ പോവുകയും എനിക്ക് ഒരു വർഷം നമ്മുടെ സർവീസിൽ അതിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടുകയും ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ 16 കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പോകുന്നത് പട്ടാളത്തിൻ്റെ പിന്നെ 6 മാസ ബേസിക് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സത്യസന്ധതയെ പറഞ്ഞാണ് അച്ഛൻ്റെ കഥയിലോട്ട് എത്തിയത്. പഴയ സത്യസന്ധത എപ്പോഴും നമ്മളെപ്പോഴും സത്യം പറയുക. കാര്യം നമ്മൾ കള്ളത്തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാം, പിന്നെ വേറൊരു കള്ളം പറഞ്ഞു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ കർമ്മദോഷമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സത്യം മാത്രം. അപ്പോൾ നമ്മൾ ചേച്ചിയമ്മയുടെ വീട്ടിലെത്തി അവരെ വിളിക്കട്ടെ കേട്ടോ. അച്ഛനെ സൺഡേ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്ത വണ്ണ വെരി ഗുഡ്. യെസ്, പോയി വിളിച്ചോണ്ട് പോവാ ചേച്ചിയമ്മ വലിയച്ഛനെ. റമീസിൽ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു. എല്ലാരും റെസ്റ്റോറന്റ് അല്ലേ. നമ്മൾ ചിന്നിക്കുട്ടിയെ ചേച്ചിയുടെ വീടിൻ്റെ സൈഡിലിട്ടിട്ട് നമ്മൾ അവരുടെ കാറിലാണ് കേട്ടോ പോകുന്നത്. ഇടയ്ക്ക് പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഥ പറച്ചിലാണ് കേൾക്കുന്നത്. ഹായ് ചേച്ചിയമ്മയുടെ ഫോണിന്റെ വാൾപേപ്പർ ആക്കി ചേച്ചിയുടെ ബെൻസ് GLS മോഡൽ കണ്ണമോനാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ വാൾപേപ്പർ സെറ്റ് ചെയ്ത് തരണം കേട്ടോ. പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ. യെസ്. ഹായ് ഗായ്സ്, കൊല്ലത്തെ അതിമനോഹരമായ ഒരു സായാഹ്നമാണ്. നമ്മൾ ആ കൊല്ലം SN കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ആ റോഡ് സൈഡിൽ ഒരു ചെറിയ പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ്, അതായത് ഒരു പാലത്തിൻ്റെ അടിയിൽ കണ്ട അതിമനോഹരമായ കാഴ്ചയാണിത്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇറങ്ങി നോക്കി ഇവിടെ എന്താണ് എന്നുള്ളത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരു മോള് ആദ്യത്തെ ഉത്തരം പറഞ്ഞിരിക്കുന്നു. നേതാജി സാംസ്കാരിക സമിതി സംഘടിപ്പിക്കുന്ന ഈ ഫെസ്റ്റിവലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലം കോർപ്പറേഷന് സമ്പാദിക്കണം അഭിനന്ദനം അറിയിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് അവരുടെ ചെയ്താക്കുന്നത്. കേരള ടൂറിസം ക്ലബ്ബ്. ഫ്ലാറ്റുകളിലും അതുപോലെ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഡെസ്റ്റിനേഷനാണ് കേട്ടോ. അടിപൊളി, ഒരു അപാര വൈബ് തന്നെയാണ് ഇവിടെ, രക്ഷയില്ല. ഹേ ഗൈസ്, എങ്ങനെയുണ്ട്? സൂപ്പർ. അത് മെയിൻറ്റെയിൻ ചെയ്തതാണ് ഏറ്റവും വലിയ. വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻ ഹൈലൈറ്റ് പാലത്തിന്റെ അടി ഒരു വെറുതെ വിട്ടില്ല. ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത്. ഏണ്ട ഇവിടെ പിള്ളേർ ഷട്ടിൽ കളിക്കുന്നുണ്ട്. ചിന്തയാണ്, തോട്ട് പ്രോസസ്. അടിപൊളി കേട്ടോ. ഇത്രയും ചിന്തിക്കില്ല. അതെ, ഇവിടെ നല്ല രീതിയിൽ ടെന്നീസ് കളിക്കാനൊക്കെ ഉള്ള സ്ഥലം, ബാഡ്മിന്റൺ, അടിപൊളി കേട്ടോ. സൂപ്പർ. കൊല്ലം പവർ ഓഫ് വൺ തോട്ട് എന്ന് പറയില്ലേ, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് BK ശിവാനി മാമിൻ്റെ പവർ ഓഫ് വൺ തോട്ട് എന്ന് പറയുന്ന പുസ്തകമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ചിന്ത
അതിന് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അല്ലേ ഏട്ടാ? ഇത് മുനിസിപ്പാലിറ്റിയാണോ? അത് കൊല്ലം കോർപ്പറേഷൻ്റെതാണ് കേട്ടോ. അവരെത്ര ഭംഗിയായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഈ ഇടയ്ക്ക് ചേട്ടൻ പറഞ്ഞു പത്രത്തിലുണ്ടായിരുന്നു, എന്താണ് ഇത് കാസർഗോഡ് ഇതുപോലത്തെ പ്രോജക്റ്റ്. ഇതേ ട്രെയിൻ പോകുന്നത് കണ്ടോ? അതായത് ഇത് കൊല്ലം ജംഗ്ഷൻ അടുത്ത് തന്നെയാണ്. നടുക്ക് വശത്ത് ഈ പാലത്തിൻ്റെ അടിയിൽ ഇത് സെറ്റ് ചെയ്തേക്കുന്നു. വലതു ഭാഗത്തുകൂടെ ട്രെയിൻ പോകുന്നു, ഇടത് സൈഡിൽ കൂടെ വണ്ടികൾ പോകുന്ന റോഡാണ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ബീച്ചിലോട്ട് പോകുന്ന റോഡാണ്, മുകളിലത്തെ മേൽപ്പാലം. അത് നേരെ ചെന്ന് ബീച്ചിലെത്തും. ബാക്കി ഹൈവേ നേരെ ചെന്ന് കൊല്ലം ചിന്നക്കടലോട്ട് പോകും. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു, എല്ലാ ലേഡീസിനും ജെൻസിനും. നല്ല ഒരു വൈബ് ക്രിയേറ്റ് ചെയ്താക്കിയാണ്. എല്ലാ ഈവനിങ്ങും ഇവിടെ നല്ല തിരക്കാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കപ്പലണ്ടി വിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട് കേട്ടോ, ഉപ്പിലിട്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കടൽ നമുക്ക് എത്ര കണ്ടാലും മതിയാകത്തില്ല. കാണും തോറും വീണ്ടും വീണ്ടും കാണണം എന്നുള്ള ഒരു ചിന്ത വരും. പ്രത്യേകിച്ചെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ. കടലിനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയും. എത്രത്തോളം നമ്മൾ പ്രകൃതിയായിട്ട് അടുക്കുന്നു അത്രത്തോളം നമ്മുടെ പോസിറ്റീവ്നെസ് കൂടും. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കടലിലെ കുറച്ച് റഫായിട്ട് കിടക്കുകയാണ് സീ. അതെ, ഉള്ളിലോട്ട് കുറച്ച് വലിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്ത് ജനസാഗരം, എന്ത് ആളാണ് അവിടെ, എന്ത് തിരക്കാണ് അവിടെ. വണ്ടി പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് കൊല്ലത്തുന്നത് തിരക്ക്. അങ്കശ്ശേരി വിളക്ക് മാടം കണ്ണ് ചിന്നിയൊരന്തിനേരം. തങ്കശ്ശേരി വിളക്ക് മാടമാണ് ഈ കാണുന്നത്. കൊല്ലം ബീച്ചിലേക്ക് കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഈ ഒരു ലൈറ്റ് ഹൗസ് കേട്ടോ. ഭയങ്കര വെള്ളം വന്നു. ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ചന മസാല. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അത് മേടിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പുളിമുട്ടായി ഇഷ്ടമെന്ന് പറയുന്ന പോലെ ചന മസാല അവളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഞാൻ പിള്ളേരെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പുളിമുട്ടായി മേടിച്ചിട്ട് പുളിമുട്ടായി തീറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ വല്ലപ്പോഴൊക്കെ അല്ലേ ഇത് കഴിക്കുന്നത്, അപ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ ദേ ആള് ചന മസാലയൊക്കെ മേടിച്ചിട്ട് കഴിക്കാൻ പോവാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു ബജിക്കടയിലേക്കാണ് കേട്ടോ. എന്തായാലും നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ വറുത്തതും കരിച്ചതും പൊരിച്ചതും ഒക്കെ ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലപ്പോഴും ഒക്കെ ഒരു ചീറ്റ് മീൽ ആവാമല്ലോ. ഇതെന്തായിരുന്നു ചേട്ടാ? ഫുൾജാർ സോഡ അല്ലല്ലോ, എന്താണ് കുലുക്കി സർബത്തോ? കുലുക്കി സർബത്ത്. പിന്നെ അവിടെ കുതിരസവാരിയൊക്കെ നടക്കുന്നുണ്ട്. ചേട്ടൻ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തൊരു സ്നേഹമുള്ള ചേട്ടൻ. പട്ടാളത്തള്ളുകൾ കേൾക്കാം. ഒരു കോമഡിയാണ്, ഫേസ്ബുക്ക് കോമഡി. കടിച്ചാൽ ആ ഭാഗം സോപ്പിട്ട് കഴുകിയാൽ മാത്രം മതിയോ എന്നുള്ള ചോദ്യം വരുന്നു. അപ്പോൾ അതിനകത്തുള്ള കമന്റ് കൊടുത്ത മറുപടിയാണ് അത് മതി. ഹിന്ദുക്കളാണെങ്കിൽ പിന്നെ ശവം അടക്കാനുള്ള സമയം മാത്രം കുറിച്ചാൽ മതി. ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ വെളിയിലുള്ളവരുടെ വരാനുള്ള സമയം കൊടുക്കണു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ. ബൈ ബൈ, ലവ് യു ആൾ, ബ്ലെസ്സിങ്സ്.